ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്ന് 8/8 പോർട്ടൽ ഓപ്പൺ ആവുന്ന ദിവസമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് 8 നമ്മൾ 8ാം മാസവും കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാം. 8/8 പോർട്ടൽ ലയൺ, നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡും ലയനാണ്. ഇന്ന് ലയൺ ഗേറ്റ് പോർട്ടലാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചിങ്ങമാസം ആയിട്ടില്ലെങ്കിലും ഇന്നത് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം സിംഹം എന്ന് പറയുന്ന ആ ഒരു കാർഡ്, ലയൺ എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലയൺ എന്ന് പറയുന്നത് അറിയാലോ, കാട്ടിലെ രാജാവാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്തായാലും ആദ്യം ആ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ ഇന്നത്തെ എനർജി, ഈ ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് ഇന്ന് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അത് ബാക്കി കൂടി എന്താണെന്ന്. ബഫലോ, സീബ്ര, കോബ്ര, ഒരു കാർഡ് കൂടി എടുക്കാം, സ്കോർപ്പിയോൺ. ബോട്ടം വന്നിട്ടുള്ളത് ടോർട്ടോയ്സ് ആണ്. ടാരോ കാർഡ്സ് കൂടി നോക്കാം എന്താണ് ടാരോയിൽ കിട്ടുന്നതെന്ന്. Ace of Swords, 3 of Wands, 7 of Swords, Knight of Cups, the Wheel of Fortune, World Card. നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഡെവിൾ, ലവേഴ്സ്, 8 of Cup, 6 of Cup, Justice ആൻഡ് ദ മജീഷ്യൻ ആണ്. 6 of Swordsന്റെ എനർജിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു വളരെ വലിയൊരു മാറ്റമാണ് ഈ ഒരു സമയത്ത് ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മാറ്റം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ കുറേ മെസ്സേജസ് കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ ഒരു ടർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു നിങ്ങൾക്കറിയാം, ആമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലൈഫ് കൂടുതലുള്ള ഒരു ജീവിയാണ്. കുറേ കാലം അത് ജീവിക്കും. മാത്രമല്ല അത് പ്രൊട്ടക്ഷനെയാണ് പറയണത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ ആമ ശരിക്കും ഗ്രൗണ്ടഡ് ആയിരിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു കട്ടിയുള്ള പുറന്തോട് പ്രൊട്ടക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നും നിങ്ങൾ ഒന്ന് മാറി നിൽക്കുക. മീൻസ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ നമ്മളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തയിലൂടെയുള്ള ആ നെഗറ്റീവ് നമ്മളിലേക്ക് കൊണ്ടുവരാതെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഗുഡ് ലക്കാണ്. അപ്പം ആമ എന്ന് പറയുന്നത് ഭാഗ്യം ആണ്. അറിയാലോ എല്ലാവരും ആമ മോതിരമൊക്കെ ധരിക്കുന്നത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതുവേ അങ്ങനെയാണ്, ആമ ഒരു ഭാഗ്യത്തെ ആണ് പറയുന്നത്. അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നത് ഭാഗ്യമാണ് എന്നുള്ളതാണ്. പ്രൊട്ടക്ഷനും ഉണ്ട്.
പിന്നെ നമുക്ക് ആദ്യം കിട്ടിയ കാർഡും ലയനാണ്. അപ്പൊ ലയൻ ഏറ്റവും ശരിക്കും ശക്തിയുള്ളതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു ജീവിയാണ് ലയൻ, കാട്ടിലെ രാജാവ്. അപ്പം മറ്റുള്ളവർക്ക് ഇപ്പൊ ശക്തി കുറവാണെങ്കിലും ലയന് അത്രയധികം ശക്തി മറ്റുള്ള ജീവികളെക്കാളും ചിലപ്പോൾ ശക്തി കുറവായിരിക്കും. അങ്ങനെയാണെങ്കിലും കാട്ടിലെ രാജാവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സിംഹത്തെ മാത്രമാണ്. വേറെ അതിന് പകരം വെക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ ഈ ഒരു സമയം പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി, ഒരു ധൈര്യം ആണ് ഉള്ളത്. ഈ സിംഹത്തിന് ഭയങ്കര ധൈര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സമയം. പിന്നെ ഇതിപ്പോ ചിങ്ങൻ രാശിയാണ്. ചിങ്ങം ലയൻ എന്ന് പറയുന്നത്, ലയൻ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. അപ്പൊ ചിങ്ങം ഇപ്പൊ തുടങ്ങാൻ പോകണ്ടേ ഉള്ളൂ, ചിങ്ങം ആയിട്ടില്ല. ഇതിപ്പോ കർക്കിടകമാണ്. എന്നാൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു സിംഹത്തിന്റെ അത്രയും ഒരു ഇത് വേണം എന്നുള്ളതാണ്. ആ ഒരു കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. ഒന്നിനെയും ഭയക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. പിന്നെ ബഫല്ലോ ആണ്. അതും ഒരു പ്രൊട്ടക്ഷനാണ്. മാത്രമല്ല ബഫല്ലോ എന്ന് പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ്, ഒരു സ്പിരിറ്റ് ആനിമലാണ് ബഫല്ലോ. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഭൂമിയുമായിട്ട് കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ ഇണങ്ങി ചേർന്നിരിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ചെടികൾ പച്ചക്കറിയൊക്കെ നടുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുറച്ച് നേരം ചെരുപ്പിടാതെ നടക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഈ പ്രപഞ്ചവുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഈ ബഫല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ സീബ്രയാണ്. അപ്പോൾ ഈ ഒരു സമയം സീബ്ര എനർജി നിങ്ങളുടെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങൾ ബാലൻസിലായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബാലൻസിൽ ആയിരിക്കാൻ പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കോബ്രയാണ്. അപ്പോൾ അതും പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇതിൽ കാണുന്ന സ്കോർപ്പിയോൺ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതലും പ്രൊട്ടക്ഷൻ്റെ കാർഡുകളാണ് വന്നിട്ടുള്ളത്. സ്കോർപ്പിയോൺ എന്ന് പറയുന്നത് ഈ മരുഭൂമിയിൽ കാണുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ ഈ സ്കിന്ന് പീൽ ചെയ്ത് പോകും എന്നുള്ളതാണ്. അത് തന്നെയാണ് കോബ്രയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു റീബർത്തിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെഡ് ചെയ്ത് കളഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഒരു പുതിയ ഒരു പാറ്റേൺ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് തരുന്നു, നിങ്ങളത് ഏറ്റെടുത്താൽ മാത്രം മതി എന്നാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. 3 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് ചാപ്റ്റർ നിങ്ങൾക്ക് തുടങ്ങേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ദീർഘവീക്ഷണം വേണം. പല കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ദീർഘവീക്ഷണം ഇല്ലാതെ നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. ദീർഘവീക്ഷണം വേണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് കപ്പും. നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടുപോയി ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു ചീറ്റിംഗ് പോലെ, കാരണം നിങ്ങളെ തന്നെയാണ് ചീറ്റ് ചെയ്യുന്നത്. ഇപ്പം മറ്റൊരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിനർത്ഥം. നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾക്ക് വേറെ പുറത്ത് ഇറങ്ങി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വണ്ണം ഒരു ട്രാപ്ഡ് ആയിരിക്കുന്നു. കാരണം ഈ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം, റിലേഷനെ കുറിച്ച് മാത്രമാണ് ഈ സമയം ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, സ്വയം മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതൊരു കാലം കണക്ക് ചോദിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളായിട്ടിരിക്കുക. ഇതിൽ നമ്മൾ ആരുടെയും അടിമയല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടിമയായി കൊടുക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു അഡിക്ഷൻ വരുന്നത്. അത് നിങ്ങൾ മാറ്റിക്കളയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് നിങ്ങളുടെ ഈ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്.
പിന്നെ വേൾഡ് കാർഡാണ്. അപ്പോൾ നമുക്ക് കൂടെ ഒരാൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് വേൾഡ് കാർഡ് പറയുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് ഫുൾഫിൽമെന്റിലോട്ട് എത്താൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തതല്ല, പക്ഷെ ഇതിൽ കൂടുതലും വന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ്, നിങ്ങളുടെ കരുത്ത് കാണിച്ചു കൊടുക്കാനാണ് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡെവിളും ലവേഴ്സും വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ഡെവിൾ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്ഡ് ആയി പോയ പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയി അതൊന്ന് മൂവ് ഓൺ ചെയ്യാതെ പറ്റാതെ ഒരു കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം കാണുന്നത്. കൂടുതൽ ആൾക്കാർക്കും, ചിലപ്പോൾ എല്ലാവർക്കും ആയിരിക്കണം എന്നില്ല, കൂടുതൽ ആൾക്കാർക്കും ഇതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഈ വ്യക്തികൾ നിങ്ങളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങളുടെ സോളിന് ചിലപ്പം ഭയങ്കര വേദന ഉണ്ടായിരിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. കാരണം ഇതിൽ ഒരു നിങ്ങൾ അന്ധതയിലാണ് എന്നുള്ളതാണ്. ഈ ഒരു സ്നേഹത്തിൽ നിങ്ങൾ ശരിക്കും അന്ധരായി പോയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ മൂല്യം ഇല്ല, നിങ്ങളെ അവിടെ ആവശ്യമില്ല, നിങ്ങളെക്കാളേറെ പ്രാധാന്യം വേറെ പലർക്കും ഉണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതൊരു കാർമികമായിട്ടുള്ള, അതിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നു എന്നുള്ളത് 8 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ പെയിൻ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്, എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇത്. തിരിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു കാർമിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. കാരണം ഇതിനകത്തൊരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇതൊരു കർമ്മയാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ കൊടുത്ത ഒരു കാര്യം ആ ഒരു വ്യക്തി ഈ ഒരു സമയം നമുക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കണം. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അവിടെ നിന്ന് അവർക്ക് ഫോർഗീവ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോയിക്കൊള്ളുക. അവരുടെ കർമ്മ അവരനുഭവിക്കട്ടെ എന്ന് മാത്രം വെക്കുക. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഈ സമയത്തിൽ നിങ്ങൾക്ക് അത്ര ഫെയർ അല്ല എന്നാണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വരാം. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം അവരുടെ കയ്യിലുണ്ടായിരിക്കാം, അവരിലുണ്ടായിരിക്കാം. നിങ്ങൾ വീണ്ടും പിറകെ പോകുമ്പം ആ ഒരു നെഗറ്റീവ് കർമ്മ നിങ്ങളിലേക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കാനാണ് ഇതിനകത്ത് പറയുന്നത്. ജസ്റ്റിസും മജീഷ്യനും വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. ഈ ഒരു സമയം, ഈ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്കൊരു നീതി കിട്ടും. അത് നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങൾ ഈ ഒരു സമയം നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു നീതി കിട്ടും എന്നുള്ളതാണ്. മജീഷ്യന് വന്നിട്ടുണ്ട്. ഒരു മാജിക് സംഭവിക്കും. നിങ്ങളുടെ കഴിവുകൾ ചിലപ്പോൾ അവർ മനസ്സിലാക്കും. നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കും. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണ് ലയണും ബഫലോയും ഒക്കെ പറയുന്നത്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവിൽ, ഇല്ലാത്തതിൽ, കിട്ടാത്തതിൽ ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങൾക്ക് ഉള്ളതിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം, അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നൊരു സമയമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹൈലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ചിലപ്പോൾ ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ പോകാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ പോകാൻ വിടാത്തത്, ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. കാരണം ഇതിനകത്ത് ഈ ഒരു ഡെവിൾ കാർഡ് വന്നത് അവർ വേറെ ഏതൊക്കെയോ എനർജിയിൽ അവർ കെട്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഇപ്പം നിങ്ങൾ വിചാരിച്ചത് ശരിക്കും അവരെ രക്ഷപ്പെടുത്താൻ പറ്റണം എന്നില്ല. അപ്പോൾ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ കർമ്മ അവർ അനുഭവിക്കണം എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അപ്പോൾ അവർ അനുഭവിച്ചിട്ട് തന്നെ വരട്ടെ. നിങ്ങൾ 6 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്, ഒരു മജീഷ്യനുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മാജിക്, നിങ്ങൾക്ക് ശരിക്കും മാജിക് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ലൈഫിൽ മാജിക് സംഭവിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ മാറിപ്പോവുക. നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്തേക്ക്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ സന്തോഷത്തോടു കൂടി പോകണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മാജിക് വരുള്ളൂ. കാരണം ഇതൊരു മാജിക്ക് വരേണ്ട സമയമാണ്. കാരണം ഈ വീൽ ഓഫ് ഫോർച്യൂണിന്റെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് ജസ്റ്റിസ് ആണ്. അപ്പോൾ
കാലം കറങ്ങി വന്നപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ നീതി കിട്ടേണ്ടത്, നിങ്ങൾക്കാണ് നീതി കാത്തിരിക്കുന്നത്. വേൾഡിന്റെ താഴെ വന്നിട്ടുള്ളത് മജീഷ്യനാണ്. അപ്പോൾ ഒരു ഫുൾഫിൽമെന്റ് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുക, അത് നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഈ ഒരു കഴിവുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിച്ച് കൊടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത് അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഈ ലയൺ ഗേറ്റ്സ് പോർട്ടൽ നിങ്ങളോട് പറയുന്നത്. ഇത് ഞാൻ ഒരു റിലേഷൻഷിപ്പായിട്ട് എടുത്തതല്ല, പക്ഷെ ഓവറോൾ എനർജി എടുത്തതും കൂടുതലും വന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റിലേഷൻഷിപ്പിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കണം ഇത് കാണുന്നത്. അവരുടെ എനർജിയാണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.